ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് മേക്കിംഗ് വീഡിയോസ് ഒന്നുമല്ല ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എനിക്കിത് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. കാരണം പുറത്തൊക്കെ പുറത്തും അകത്തും എല്ലാം ഭയങ്കര ചൂടാണ്. അതുപോലെ തന്നെ എന്താണ്, എൻ്റെ ടേബിളിൽ മൊത്തം സാധനങ്ങൾ ഇരിക്കുകയാണ്. ടേബിളിലും കട്ടിലയിലും എല്ലാ സാധനങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ജസ്റ്റ് എൻ്റെ ഒരു വീഡിയോ പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഒരു ഓൺട്രപ്രനൂർ സ്മോൾ ബിസിനസ് ജേണിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് ചിലപ്പോൾ അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോവിഡിൻ്റെ ആ ഒരു സമയത്താണ്. അതായത് കോവിഡ് എനിക്ക് തോന്നുന്നു 2019-20 ആ ഒരു കാലഘട്ടത്തിലാണ് കോവിഡ് വരുന്നത്. അപ്പോൾ 2020 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റുകൾ ചെയ്താണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് തന്നെ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ എനിക്ക് ഇൻസ്റ്റ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല, വാട്സപ്പ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല, ഒരു സോഷ്യൽ മീഡിയ പോലും എങ്ങനെ നമുക്ക് ബിസിനസ് പരമായി യൂസ് ചെയ്യണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ഐഡിയ എനിക്കില്ലായിരുന്നു. അപ്പം ഞാൻ പഠിച്ച പ്രൊഫഷൻ എന്ന് പറഞ്ഞേക്കുന്നത് ഫാർമസി ആയിരുന്നു, ബിഫാം ആയിരുന്നു. അത് 2 വർഷം ഓൾ പാസ് ആയിരുന്നു. ബാക്കി 2 വർഷം എനിക്ക് കുറച്ച് വ്യക്തിപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. പ്രശ്നങ്ങൾ വേറൊന്നും ഇല്ല, ജസ്റ്റ് ആസ് ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കരകയറാൻ കുറച്ച് ടൈം എടുത്തു. അപ്പം ആ ഒരു ടൈമിൽ നമ്മുടെ ആ ഒരു എഡ്യൂക്കേഷൻ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ആ ഒരു കരിയർ അവിടെ സ്റ്റോപ്പ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതും എനിക്ക് പറയണം, അതൊക്കെ എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെന്നുണ്ട്. പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ചിലരുടെയൊക്കെ ലൈഫിനെ അത് ബാധിക്കുന്നത് കൊണ്ടും ഞാനിതൊന്നും നമ്മളായിട്ട് എന്തിനാണ് ഓരോരുത്തരെയൊക്കെ വേദനിപ്പിക്കാൻ, നമ്മളായിട്ട് ആരെയും വേദനിപ്പിക്കുന്നില്ല. പിന്നെ നമ്മളായിട്ട് എന്തിനാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം കോളേജിലാണെങ്കിലും ഞാൻ അത്ര ടീച്ചേഴ്സിൻ്റെ അത്ര ഫേവറേറ്റുള്ള സ്റ്റുഡൻ്റ് ഒന്നും അല്ല. സാമാന്യം ഒരു എൻ്റെ മനസ്സിലും എൻ്റെ പേരൻസിൻ്റെ മനസ്സിലും ഞാൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിരുന്നു. പക്ഷേ അവരുടെ മനസ്സിൽ ഞാൻ ഭയങ്കര ലേസി ആയിട്ടുള്ള, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഭയങ്കര മോശമായിരുന്നു. അതിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് ടീച്ചേഴ്സ് മാർക്ക് കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം അങ്ങനെ നമ്മൾ ഫാർമസിയൊക്കെ ഫെയിലായി നിൽക്കുന്ന ആ ഒരു സമയത്ത് പിന്നീട് നമുക്ക് സപ്ലിയൊക്കെ എഴുതാൻ പോയെങ്കിലും നമ്മളെ ട്രീറ്റ് ചെയ്ത ആ ഒരു വശം ഭയങ്കര മോശമായിരുന്നു. എന്താ പറയുക, തോറ്റ ആൾക്കാരെ എങ്ങനെയാണ് സമൂഹം കാണുന്നത് ആ ഒരു രീതിയിലായിരുന്നു. അപ്പം എനിക്കത് ഉൾക്കൊള്ളാനൊന്നും എനിക്കിങ്ങനെ പറ്റുന്നൊരു അവസ്ഥയിലല്ലായിരുന്നു. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സ്റ്റോപ്പായി പോയൊരു നിമിഷമായിരുന്നു ആ ഒരു സമയം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് ആ ഒരു ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ലൈഫിൽ ഇങ്ങനെ ഫെയിൽ ആവുമെന്ന്. കാരണം ഇതുവരെ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിലൊന്നും എന്താണ് ചെറിയ ചെറിയ പരീക്ഷകളിലൊക്കെ നമ്മൾ ഫെയിൽ ആവുമെങ്കിലും ലാസ്റ്റ് വരുന്ന എക്സാമിനെല്ലാം നമ്മൾ നല്ല മാർക്കോടെ ഡിസ്റ്റിങ്ഷൻ വൈസാണ് പാസ്സായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതെനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ നമുക്ക് ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളെ തേച്ചിട്ട് പോകുന്നൊരവസ്ഥയായിരുന്നു. ആ ഒരു സമയത്താണ് എനിക്ക് അധികം ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാളല്ലായിരുന്നു ഞാൻ. പക്ഷെ എന്തോ ആ സമയത്ത് ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ ഒരുപാട് അങ്ങ് വിശ്വസിച്ച് പോയിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഫലമായിട്ടായിരിക്കാം എന്തായാലും ആ ഒരു പ്രൊഫഷനിൽ നിന്ന് വേറൊരു പ്രൊഫഷനിലേക്ക് ദൈവം കയറ്റി നിർത്തിയത് പോലാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നതും. അപ്പോൾ ഫാർമസി നിങ്ങൾക്ക് അറിയാലോ, ഒരു മരുന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറിക്കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര കേസാകുന്നൊരു സംഭവമാണ്. പക്ഷെ അതുപോലെ തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖല കൂടിയാണ് ഫാർമസി. കേരളത്തിലെ ഫാർമസി എന്ന് പറയുമ്പോഴത്തേക്കും ഫാർമസിയുടെ ഒരു സ്റ്റഡീസ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ടഫാണ് പാസ്സാവാനൊക്കെ. ഇപ്പോൾ എനിക്കറിയത്തില്ല, പണ്ട് 50% മാർക്ക് നമുക്ക് 50 മാർക്ക് നമുക്ക് 100-ൽ വേണമായിരുന്നു. ഇപ്പോൾ എനിക്കെങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ അതെല്ലാം മെയിനായിട്ട് പറയാൻ വന്നത്, അങ്ങനെ ഫെയിലായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്കൊന്നും മുന്നോട്ടും പോകാൻ പറ്റത്തില്ല, പുറകോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും കുത്തുവാക്കുകളും അവോയ്ഡിങ്, അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട ആ ഒരു നിമിഷമായിരുന്നു. അപ്പം ഞാൻ ആ ഒരു വേദനയെ മറികടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് ടിക്ടോക്കൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. മീൻസ് 2020 എങ്ങാണ്ടാന്ന് തോന്നുന്നു ടിക്ടോക്ക് ബാൻ ചെയ്യുന്നത് തന്നെ. അപ്പം ഞാനാണെങ്കിൽ ആ ഒരു പെയിനും ആ ഒരു വിഷമമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കും. എനിക്ക് വീഡിയോസ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വീഡിയോസ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഫേസ് ടു ഫേസ് ഇങ്ങനെ സംസാരിക്കാൻ. ഞാൻ പുറമേ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി അല്ല എങ്കിലും എനിക്കിങ്ങനെ മൊബൈലിൽ ഇരുന്ന് ഇങ്ങനെ ഫേസ് ടു ഫേസ് ഇങ്ങനെ ക്യാമറയ്ക്കുള്ളിൽ ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമാണ്. എന്താണെന്ന് എനിക്കും അറിയത്തില്ല. പക്ഷെ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്കെല്ലാം ഞാൻ ഭയങ്കര, അതെൻ്റെ ഒരു ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണ്.
ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര എക്സ്ട്രോവേർട്ടായിട്ട് തോന്നിക്കുമെങ്കിലും ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പുറത്ത് പുറത്ത് നമ്മൾ പഞ്ചപാവമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ ചിലപ്പോൾ സംസാരിച്ചതൊന്നും വരില്ല. അപ്പം എൻ്റെ ഒരു പേഴ്സണാലിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്ക് എൻ്റെ ഉള്ളിലെ കഴിവുകളായിരുന്നു പിന്നീട് ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്നത്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 10th വരെ ഞാൻ വീട്ടിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ +1 +2 ഹോസ്റ്റൽ, 1 വർഷം റിപ്പീറ്റ് ഹോസ്റ്റൽ, പിന്നെ കോളേജ് അതെല്ലാം ഹോസ്റ്റലായിരുന്നു, ഹോസ്റ്റൽ ലൈഫായിരുന്നു. അപ്പം 10th വരെ ഞാനിങ്ങനെ പരപ്പും കുറുപ്പൊക്കെ എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വരയ്ക്കുമായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ അത്യാവശ്യം അത്ര ഞാൻ പറയുന്നുള്ളൂ. അത്ര ഞാനിങ്ങനെ വരപ്പൊന്നും പഠിച്ചു ഡ്രോയിങ് ഒരു വർഷം സ്കൂളിൽ ഇങ്ങനെ ജസ്റ്റ് ഡ്രോയിങ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു സാറ്റർഡേ സൺഡേ ഒക്കെ. ആ ഒരു സമയത്ത് മാത്രം ഞാൻ ജസ്റ്റ് ബേസിക് മാത്രം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചു. അപ്പം അപ്പോൾ എനിക്ക് ഓരോ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനും ഒക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ അമ്മയൊക്കെ ആണെങ്കിൽ ഈ പഠിക്കാൻ പറഞ്ഞ സമയത്ത് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഈ അമ്മയെ പേടിച്ച് ഇങ്ങനെ ക്രാഫ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അമ്മ കാണാതെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തു വെക്കുമായിരുന്നു. അപ്പം അമ്മയ്ക്കും വീട്ടുകാർക്കെല്ലാം അത് ഇഷ്ടമാണ്. എന്നിരുന്നാൽ പോലും പ്രൊഫഷനായിട്ട് ഞാൻ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോയത് മെഡിക്കൽ ഫീൽഡായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ ആ ഒരു ഫീൽഡ് എന്നെക്കൊണ്ട് പറ്റിയില്ല. അത് പറ്റാഞ്ഞത് ഇപ്പം ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് റിഗ്രറ്റ് ഒന്നും എനിക്ക് ഒരു വിഷമമുണ്ട് നമ്മുടെ മനസ്സിൽ. എന്നിരുന്നാൽ പോലും എന്താണ് നമ്മളെ അതിനെക്കാട്ടിലും നല്ലൊരു ഫീൽഡിലേക്കാണ് ഈശ്വരൻ നമ്മളെ കൊണ്ടെത്തിച്ചത് എന്നുള്ള ആ ഒരു എന്താണ് ഹാപ്പിനെസ് എനിക്കിപ്പോഴും ഉണ്ട്. കാരണം നമ്മൾ സെൽഫ് മെയ്ഡായിട്ട് വന്നൊരു ആളാണ് ഞാനെന്ന് പറഞ്ഞിരിക്കുന്നത്. ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ സ്വന്തമായിട്ട് സപ്പോർട്ട് പിടിച്ചെടുത്ത് വന്ന ഒരാളാണ് ഞാനെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പം 2019 എക്സാം എല്ലാം കഴിഞ്ഞു, ഫെയിലായെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പിന്നീട് എക്സാമൊക്കെ എഴുതാൻ പോയി. നമ്മളെക്കൊണ്ട് ആ ഒരു ഫീൽഡ് പറ്റത്തില്ല എന്നുള്ളൊരു എൻ്റെ കയ്യിൽ നോട്ട്സ് ഒന്നും ഇല്ല. അപ്പോൾ നോട്ട്സ് ഒക്കെ ചോദിച്ചപ്പോൾ ആരും ഒന്നും തന്നില്ല. നോട്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ രക്ഷപ്പെട്ട് പോയേനെയായിരുന്നു. പിന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സുമായിട്ടും അത്ര വലിയ രസത്തിലൊന്നും അല്ലായിരുന്നു ഞാൻ അത്ര വലിയ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ നടക്കുന്ന സ്റ്റുഡൻ്റ് ഒന്നും അല്ല. സാധാരണ ഒരു നോർമൽ സ്റ്റുഡൻറ്റ്, ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്നെക്കൊണ്ട് പറ്റത്തില്ല, വേറെ എന്തെങ്കിലും തുടങ്ങാം. അപ്പം വീട്ടിൽ നിന്നാണെങ്കിലും ആദ്യം വലിയ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അവരെല്ലാവരും എന്നോട് പറഞ്ഞു, കസിൻസ് ആണെങ്കിൽ പോലും പറഞ്ഞുകൊണ്ടിരുന്നു നീ പോയി എഴുത കിട്ടും എന്നുള്ള രീതിയിൽ. പക്ഷെ എനിക്കെന്തോ ആ ഒരു ഫീൽഡ് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ലെന്നല്ല, എനിക്ക് ആ ഒരു എന്നെക്കൊണ്ട് ഇനി പറ്റില്ല എന്നുള്ള ആ ഒരു നമ്മൾ വെറുതെ സമയം കളയുകയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാറി ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും ഒരുപാട് ഒറ്റപ്പെടലും കുത്തുവാക്കുകളും ഒക്കെ ഞാൻ കേട്ടു. അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണൊന്നും അല്ല. എന്ത് ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും എനിക്കിത് ഭയങ്കരമായിട്ട് വിഷമം വരുന്നൊരു ആളാണ്. വിഷമം വന്ന് ഞാൻ കരയും. അങ്ങനെ കരയുന്നൊരു വ്യക്തിയാണ്. ഇപ്പോഴും അതുപോലെ തന്നെ കേട്ടോ. ഇപ്പം ഞാൻ പിന്നെ അധികം അങ്ങനെ മൈൻഡ് ആക്കാറില്ല. എല്ലാം അങ്ങോട്ട് സൈഡിലോട്ട് അങ്ങ് മാറ്റി നിർത്തുന്നു, അങ്ങനെ ഒരു രീതിയിലാണ്. എന്നാലും വിഷമം വരുമ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും ബുക്കുകളിലൊക്കെ ഞാനിപ്പോൾ അങ്ങനെ എഴുതി വെക്കും. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഒട്ടും വിഷമം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്ക് ഞാൻ പൊട്ടി അങ്ങ് കരഞ്ഞങ്ങ് തീർക്കും. ഒന്നെങ്കിൽ ബാത്റൂമിൽ കയറിയിട്ട് കരയും, അല്ലെങ്കിൽ ആരും കാണാതിരുന്ന് കരയും, അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ശാരീരികമായിട്ട് മാനസികമായിട്ട് ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്ത കാര്യം പറഞ്ഞല്ലോ. അപ്പം ആ ഒരു ടൈമിലാണെങ്കിൽ എനിക്കിങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് അങ്ങനെ ആരും ഉണ്ടായിരുന്നു. അവരൊക്കെ അവരുടേതായ കാര്യങ്ങളിലേക്ക് പോയി. എല്ലാവർക്കും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്താണ് അവരവരുടെ കാര്യങ്ങളാണ് ഏറ്റവും വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എല്ലാവരും പോയി, ഇനിയിപ്പോൾ ആരുമില്ല, നമ്മൾ ഒറ്റപ്പെട്ടു പോയി. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് എന്തായാലും ഒറ്റയ്ക്കങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആ ഒരു ഫീൽഡ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് എക്സാമൊന്നും പിന്നെ ഞാൻ എഴുതാനൊന്നും പോയില്ല. സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഇഗ്നോയിൽ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അത്യാവശ്യം +2 നല്ല രീതിയിൽ ഡിസ്റ്റിങ്ഷനോടെ മാർക്കുള്ളത് കൊണ്ട് നമുക്ക് ഇഗ്നോയിൽ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ കിട്ടിയായിരുന്നു. അത് ഞാൻ BA ഹിസ്റ്ററി ഓണേഴ്സ് ആട്ടോ എടുത്തിരിക്കുന്നത്. അത് ഇനിയിപ്പോൾ കുറച്ച് പേപ്പേഴ്സ് കൂടെ എഴുതാനുണ്ട്. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വർക്ക് വരുന്നത് കൊണ്ട് അതെല്ലാം നല്ല രീതിയിലാട്ടോ. അസൈൻമെൻറ്റും നല്ല രീതിയിൽ പാസ്സായി, എക്സാം ആണെങ്കിലും പാസ്സായി. ഇനി കുറച്ച് സബ്ജക്റ്റ് കൂടെ നമുക്ക് കിട്ടാനുണ്ട്. അത് എൻ്റെ കൈവിരിപ്പ് കൊണ്ട് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഞാനത് എഴുതിയിട്ടില്ലായിരുന്നു. എഴുതിയിട്ടില്ലാന്ന് വെച്ചാൽ ഞാനത് എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം നമുക്കിങ്ങനെ കുറേ വർക്ക് വരുമ്പോഴത്തേക്ക് നമുക്കത് എൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ പോർഷൻസും പഠിക്കാതെ എനിക്കൊരു എക്സാമിനും പോകാൻ പറ്റത്തില്ല കേട്ടോ. കാരണം അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പണ്ട് മുതലേ കംപ്ലീറ്റ് പോർഷനും പഠിച്ചിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പോകുന്നത്. അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം വരത്തില്ല. എവിടെന്നെങ്കിലും ഇനി ചോദിക്കുമോ, ഞാൻ പഠിക്കാത്ത പോർഷൻ ചോദിച്ചാൽ എന്ത് ചെയ്യും, അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻസ് ലെവൽ മൊത്തത്തിൽ ആ ഒരു സമയത്ത് ഡൗൺ ആയിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ടൈമിലാണ് ഇങ്ങനെ
എനിക്കന്ന് ഇൻസ്റ്റയോ എഫ് ബിയോ വാട്സപ്പോ ഒന്നും എനിക്ക് ബിസിനസ് പരമായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ആദ്യം ടിക്ടോക്ക് ബാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനിങ്ങനെ ടിക്ടോക്കിലൊക്കെ വീഡിയോസ് ഡബ് സ്മാഷ് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ തന്നെ ഒരുപാട് ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ജൂനിയേഴ്സിൻ്റെ വഴി അല്ലാതെ ഫ്രണ്ട്സിൻ്റെ വഴിയൊക്കെ വരുമായിരുന്നു. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കാറില്ല. കാരണം നമുക്ക് നമ്മുടെ ആ ഒരു ഒറ്റപ്പെടൽ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് മാത്രം കാര്യം വേറെ ആരെയും അറിയിക്കേണ്ട കാര്യമില്ല. അപ്പം പിന്നെന്താ ചെയ്യുന്നത് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ആദ്യം ഞാൻ ബിസിനസ്സായിട്ട് അങ്ങനെ ഉള്ള ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം ഞാൻ നോക്കി, യൂട്യൂബിലൊക്കെ നോക്കി എങ്ങനെ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അപ്പോൾ ഏത് ബിസിനസ് വേണം തുടങ്ങാം, ഏതായിരിക്കും നമുക്ക് പറ്റിയ ബിസിനസ്, ചെറിയ ചെറിയ ബിസിനസ്സുകൾ. അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ ഈ സ്ക്രാപ്പ് ബുക്കുകൾ, അതുപോലെ തന്നെ പോപ്പപ്പ് ബോക്സുകൾ, എക്സ്പ്ലോഷൻ ബോക്സുകളൊക്കെ ഭയങ്കര ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതാദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അതെന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമേ അല്ല എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എംബ്രോയ്ഡറി ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. എംബ്രോയ്ഡറി ചെയ്തപ്പോഴും എനിക്ക് അത്രയും ഒരു പെർഫെക്ഷൻ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അതും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. പിന്നീട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന ഒരു സമയത്താണ് ക്യൂൻസ് ബിസിനസ് ഗ്ലോബൽ എന്ന് പറഞ്ഞ സന്ധ്യ ചേച്ചിയുടെയൊക്കെ ഒരു FB ഗ്രൂപ്പ് ആക്റ്റീവായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് സന്ധ്യ ചേച്ചിയൊക്കെ ആണെങ്കിൽ എനിക്ക് സന്ധ്യ ചേച്ചിയോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഞാൻ ഇന്ന് ഈ ഒരു ലെവലിൽ ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു പ്രസൻസ് മൂലം, ആ ചേച്ചിമാരുടെയൊക്കെ ഒരു പ്രസൻസ് മൂലമാണ്. അപ്പോൾ അങ്ങനെ QBGയുടെ ഇപ്പോൾ ഈ എക്സിബിഷന് പോകുന്ന ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം QBG ഒക്കെ വരുന്നത് ആ ഒരു ടൈമിലാണ്, കോവിഡൊക്കെ കഴിഞ്ഞ് വരുന്നൊരു ടൈമിലാണ്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ എംബ്രോയ്ഡറിയും ഹൂപ്പ് ആർട്ടും അതുപോലെ തന്നെ പോപ്പപ്പ് ബോക്സുകളും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ കയറുന്നത് തന്നെ. അത് സന്ധ്യ ചേച്ചി ആണെങ്കിൽ ഒരു ഇൻസ്റ്റാ സ്റ്റോറി ഞാൻ ചേച്ചി നേരത്തെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം IB ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒക്കെ ചേച്ചിക്ക് കിട്ടിയായിരുന്നു. അപ്പം അതൊക്കെ എങ്ങനെയാണ് കിട്ടിയതൊക്കെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ചേച്ചിയുടെ പ്രൊഫൈൽ ഞാൻ നേരത്തെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അത് സംഭവിച്ചായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ അത് പറയാൻ വിട്ടുപോയി. എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആയിരുന്നു. ഫെയിലറിൽ നിന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് 2 എണ്ണമായിരുന്നു. അതിനകത്ത് 2 എണ്ണത്തിനകത്ത് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പ്രസിഡൻസിൻ്റെ ഫോട്ടോസ് ചെറിയ രീതിയിൽ ലൈൻ ആർട്ട് പോലെ ഇങ്ങനെ എംബ്രോയ്ഡറി ചെയ്യുന്ന ആ ഒരു സംഭവമാണ് ഞാൻ. അത്ര വലിയ പെർഫെക്റ്റ് ഒന്നും അല്ല, എന്നാൽ പോലും എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടി. അപ്പം അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ആ ഒരു ഫെയിലിയറിൽ നിന്ന് കയറാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞേക്കുന്നത്. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാട്ടോ. ഒന്ന് നമ്മൾ പെട്ടെന്ന് പെട്ടെന്നുള്ള ആ ഒരു കൺസിസ്റ്റൻസി വൈസാണ് നമ്മൾ കയറിപ്പോയത്. ചിലപ്പോൾ ഈ ഫാൻ കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം ഫാനിന് നല്ല കാറ്റാണ്. അപ്പം ആ ഒരു സമയത്ത് സന്ധ്യ ചേച്ചിയൊക്കെ ആണെങ്കിൽ അവർ ഗ്രൂപ്പ് 5 പേര് ഗ്രൂപ്പായിട്ട് ഇതുപോലെ ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിങ്ങനെ പ്രൊഫൈൽ സ്റ്റോറിയൊക്കെ ഇട്ടു. അപ്പം ആദ്യം തന്നെ ഞാൻ പോയി പേര് കൊടുത്തു. 2ാമത്തെ സെക്ഷനിലാണ് ഞാൻ ഗ്രൂപ്പിൽ കയറുന്നത്. അപ്പം ആ ഒരു സമയത്ത് എല്ലാം എൻ്റെ മനസ്സിൽ മൊത്തം പൂപ്പാർട്ട് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് തോന്നി ഇതത്ര വലിയ വിജയിക്കത്തില്ലെന്നുള്ളൊരു, ഇതെന്നെ കൊണ്ട് പറ്റുന്ന ഒരു മേഖലയല്ലെന്ന് എനിക്ക് തോന്നി. ഈ പൂപ്പാർട്ട്, എക്സ്പോഷർ ബോക്സ് അത്ര വലിയ പെർഫെക്ഷനായിട്ട് എനിക്കിങ്ങനെ തോന്നിയില്ല. അങ്ങനെ പിന്നെ ഞാനിങ്ങനെ ഗ്രൂപ്പിലാണെങ്കിൽ ഒരു എൻക്വയറി കണ്ടായിരുന്നു. ത്രെഡ് ആംഗ്ലറ്റ്, അതായത് നമ്മുടെ കാലിൽ കെട്ടുന്ന ആംഗ്ലറ്റ് ഉണ്ടല്ലോ, ത്രെഡ് വെച്ചിട്ടുള്ളത്, അങ്ങനെ ഒരു എൻക്വയറി കണ്ടു. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ എൻ്റെ കയ്യിലിരുന്ന നമ്മുടെ ഉളൻ ത്രെഡ് വെച്ചിട്ടും കയ്യിലിരുന്ന കുറച്ച് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ ത്രെഡ് ആംഗ്ലറ്റ് ജസ്റ്റ് സെറ്റ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഗ്രൂപ്പിൽ ഇതുപോലെ പോസ്റ്റ് ഇട്ടായിരുന്നു. ജസ്റ്റ് അവരോട് ചോദിച്ചിട്ട് ഞാൻ ജ്വല്ലറി ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പെർമിഷൻ വാങ്ങിച്ചിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു പോസ്റ്റിന് ഭയങ്കര സ്വീകാര്യതയായിരുന്നു ഗ്രൂപ്പിൽ. ഞാൻ ഈ ഒരു പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ എല്ലാവരും ഈ ഒരു പ്രൊഫഷൻ എല്ലാവരും എന്നോട് പറഞ്ഞു, എന്നെ പരിചയപ്പെടുന്നവരാണെങ്കിലും പറയുന്നുണ്ട് അവരെല്ലാവരും ഇത് പഠിച്ചതാണ്, എന്നിട്ട് ഒരു സെയിലും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഞാൻ എവിടെ നിന്നാണ് ഈ ഒരു സംഭവം പഠിച്ചതെന്നൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഒരിടത്തുനിന്നും പഠിച്ചൊരു സംഭവമല്ല, ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. പണ്ട് മുതലേ ഇങ്ങനെ ഓരോ കിശ്മിത്ത് പണികളൊക്കെ ഞാനിങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ത്രെഡ് ആംഗ്ലറ്റ് ഭയങ്കരമായിട്ട്, ഇപ്പോഴും ത്രെഡ് ആംഗ്ലറ്റ് ഭയങ്കര ഫേമസ് ആട്ടോ. ഭയങ്കരമായിട്ട് അതിനൊരു റെസ്പോൺസ് കിട്ടി. അങ്ങനെ ഞാൻ ജ്വല്ലറി മേക്കിങ്ങിലോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആദ്യം ത്രെഡ് ആംഗ്ലറ്റ് ചെയ്തു, അത് കുറച്ച് പേർക്ക് ഞാനത് അയച്ചു കൊടുത്തു, അവർക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് അതിന് 150 രൂപയ്ക്കാട്ടോ ഫസ്റ്റ് ത്രെഡ് ആംഗ്ലറ്റ് ഞാൻ കൊടുത്തത്. ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ത്രെഡ് ആംഗ്ലറ്റ് ഞാൻ കൊടുത്തത് 180 റുപ്പീസിനായിരുന്നു.
അതിൽ കുറച്ച് പാളിച്ചകളും വന്നിട്ടുണ്ട്. പക്ഷെ ആ പാളിച്ചകളൊക്കെ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ അക്കൗണ്ടിലോട്ട്, അന്ന് എനിക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് പോലും ഇല്ലെന്നുള്ളതാണ്, ചേച്ചിയുടെ അക്കൗണ്ടിലോട്ടാണ് പൈസ വരുന്നത്. അങ്ങനെ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തു, ജിപേ ഒക്കെ എടുത്തു. അപ്പം എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ബിസിനസ് വുമൺ ആയെന്നുള്ളൊരു കോൺസെപ്റ്റാണ്. പക്ഷെ നമുക്ക് അത്രയും സെയിൽ നടന്നല്ലോ. ഒരു 150 രൂപ പ്ലസ് ഷിപ്പിംഗ് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര, എനിക്കൊന്ന് എങ്ങനെ അയക്കണം, പോസ്റ്റിൽ അയക്കണോ, സ്പീഡ് പോസ്റ്റ് അയക്കണോ, DTDC ആണ്, ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളും എനിക്ക് അറിയത്തില്ലായിരുന്നു. എങ്ങനെ നമുക്ക് പാക്ക് ചെയ്യണം എന്നതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഫസ്റ്റ് എനിക്ക് ത്രെഡ് ആംഗിളിൽ കുറേ ഓർഡേഴ്സ് വന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സെയിൽ എന്ന് പറഞ്ഞേക്കുന്നത്. നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ എനിക്കത് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്മലുണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ പാദസരങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം ത്രെഡ് ആംഗിളായിട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ ഒരു സമയത്താണ് ഞാനിങ്ങനെ ബീഡ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഏതാണ് അടുത്തുള്ള ഏതെങ്കിലും സ്റ്റോർ ഉണ്ടോ എന്നിങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ FBയിൽ ഇതുപോലെ മോത്തി എന്ന് പറഞ്ഞൊരു സ്റ്റോറിൻ്റെ പരസ്യം ഞാനിങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ദേവി ചേച്ചിയൊക്കെ മോത്തി സ്റ്റോറൊക്കെ തുടങ്ങുന്നതേ ഉള്ളായിരുന്നു. അങ്ങനെ ദേവി ചേച്ചിയെ കോൺടാക്ട് ചെയ്തു. ദേവി ചേച്ചിയുടെ അടുത്ത് പോയി സാധനങ്ങളൊക്കെ കുറച്ച്, അന്നൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളായിരുന്നു. ദേവി ചേച്ചിയൊക്കെ അന്ന് ഒത്തിരി സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ ദേവി ചേച്ചിയോട് കോൺടാക്ട് ചെയ്ത് അവിടെ പോയി സാധനങ്ങൾ എടുത്തു, വാങ്ങിച്ചു. വീണ്ടും അത് കഴിഞ്ഞിട്ട് ക്രിസ്റ്റൽ ബീഡ്സിൻ്റെയൊക്കെ ആംഗ്ലറ്റുകൾ ഉണ്ടാക്കി ഗ്രൂപ്പിലിട്ടു. അങ്ങനെ അത്യാവശ്യം അതിന് സെയിൽ നടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂട്യൂബ് കുറച്ചുകൂടെ ഒന്ന്, നമുക്ക് അത് മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇൻസ്റ്റയും യൂട്യൂബും കുറച്ചുകൂടെ ഒക്കെ ഒന്ന് വളർത്തിയെടുക്കണം എന്നുള്ള രീതിയിൽ യൂട്യൂബിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ക്രാഫ്റ്റിൻ്റെ വീഡിയോസിൻ്റെ കൂടെ ജ്വല്ലറി മേക്കിംഗ് വീഡിയോസും ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കാം മേ ബി 1K സബ്സ്ക്രൈബേഴ്സൊക്കെ കുറച്ച് താമസിച്ചാണെങ്കിലും ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയായിരുന്നു കേട്ടോ. അയ്യോ, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ കോവിഡിൻ്റെ ആ ഒരു ടൈമിലാണെങ്കിൽ ഞാൻ കുറച്ച് നാൾ ഇവിടെ അടുത്ത് ബ്രോസ്കോ എന്ന് പറഞ്ഞൊരു ഫാർമസിയുടെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയായിരുന്നു. അപ്പോൾ 8000 രൂപ സാലറിക്കായിരുന്നു ഞാനിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ പുറത്താക്കുന്നതിന് മുന്നേ ഞാൻ ഇറങ്ങി ഇങ്ങ് പോകുന്നു. കാരണം എനിക്ക് ആ ഒരു മേഖല പറ്റുന്നതല്ലെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്നിരുന്നാൽ പോലും അവർ 8000 രൂപ 2 മാസം എനിക്ക് 8000 രൂപ കിട്ടി. 16,000 രൂപ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു പൈസയൊക്കെ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ IBRഉം ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് തന്നെ. പിന്നെ അതിനകത്തുനിന്ന് കിട്ടിയ ആ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെറിയ രീതിയിൽ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. പിന്നെ യൂട്യൂബിൻ്റെ കാര്യം ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്ന ആ ഒരു സമയത്ത് ഞാൻ യൂട്യൂബ് മടുത്തങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വീണ്ടും യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പതുക്കെ ഗ്രാജുവലി ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് നമുക്ക് യൂട്യൂബിലും വ്യൂസ് വരാൻ വേണ്ടിയിട്ട്, അത്യാവശ്യം വ്യൂസ് വരാം, ഒത്തിരി വ്യൂസ് അല്ലെങ്കിൽ പോലും അത്യാവശ്യം വ്യൂസ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം എങ്ങനെയാണ് വളർന്നതെന്ന് വെച്ചാൽ, എനിക്ക് ആദ്യം ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഹെവൻലി ഹാൻഡ് മെയ്ഡ് എന്നുള്ള പേരിൽ, Leenu2215 എന്ന് പറഞ്ഞുകൊണ്ട്. എൻ്റെ പേഴ്സണൽ അക്കൗണ്ടും ഉണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്കെൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ഒന്നും തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എൻ്റെ ഫോൺ മാറിയതുകൊണ്ട് പാസ്വേഡ് എല്ലാം അപ്പോൾ തന്നെ ചേഞ്ച് ആയി പോയായിരുന്നു. ഞാൻ പാസ്വേഡിൻ്റെ കാര്യം ഞാൻ മറന്നുപോയായിരുന്നു. എനിക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു. അതൊക്കെ നിൽക്കണം. അപ്പോൾ ആ ഒരു അക്കൗണ്ടിൽ കുറച്ച് ടെക്നിക്കൽ പരമായിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ബാക്കപ്പായിട്ട് ഒരു അക്കൗണ്ട് കൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡറി അക്കൗണ്ട് കൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഹെവൻലി ഹാൻഡ് മെയ്ഡ് Leenu3824 എന്ന് പറഞ്ഞുകൊണ്ട്, Leenu സ്റ്റോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നത്. അപ്പം അതിൽ അത്യാവശ്യം ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ ഓൺ വോയിസ് ആയിട്ട് ഇങ്ങനെ ഇടാൻ വേണ്ടി തുടങ്ങി. എനിക്ക് ഓൺ വോയിസ് ഒക്കെ ആദ്യം ചെയ്യുന്നത് ഭയങ്കര ചമ്മലായിരുന്നു. പിന്നെ ഞാൻ ഓൺ വോയിസ് ആയിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇട്ടിട്ട് അവസാനം അതിൽ വ്യൂസൊക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ അതിൽ നിന്നും കുറച്ച് ആദ്യമൊന്നും എനിക്ക് ഓർഡേഴ്സ് ഒന്നും വന്നതേ, ഒട്ടും ഓർഡേഴ്സ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ കൂടെ യൂട്യൂബിൽ കൂടെ വന്നില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫോൺ നമ്പറൊക്കെ വെച്ച് അതിലൊക്കെ ഞാൻ കൊടുത്ത് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ സെയിലും കാര്യങ്ങളൊക്കെ നടന്നു. ഗ്രൂപ്പിലാണെങ്കിലും അത്യാവശ്യം നല്ല നല്ല കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടി. എന്തെങ്കിലും ചിലർ മാത്രമേ ഉള്ളൂ നെഗറ്റീവായിട്ട് റിവ്യൂ പറഞ്ഞത്. മീൻസ് എന്താണ് നെഗറ്റീവായിട്ട് അവരുടെ ആ ഒരു ഭാഷയിൽ റിവ്യൂ പറഞ്ഞത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ മനസ്സിനെ കുറച്ചൊക്കെ വേദനിപ്പിച്ചെങ്കിലും മുന്നോട്ട് പോകാനുള്ളൊരു ഊർജ്ജം തന്നെയായിരുന്നു. നെഗറ്റീവാണെങ്കിൽ ഓരോന്ന് വെച്ചേ ഉണ്ടാക്കത്തുള്ളായിരുന്നു. ഇപ്പോൾ 2 വീതം വെച്ച് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സിബിഷൻസ് ഞാൻ മൊത്തം പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഗ്രൂപ്പിൻ്റെ മാത്രമായിട്ട്, QBG ഗ്രൂപ്പിൻ്റെ മാത്രമാണ്. കാരണം എനിക്കത് കുറച്ചുകൂടെ ട്രസ്റ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് തോന്നിയിരുന്നു. ആ ഒരു ട്രസ്റ്റാണ് സത്യം പറഞ്ഞാൽ എന്നെ ഈ ഒരു നില വരെ എത്തിച്ചത്. സത്യം പറഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ, ഈ ഒരു ഹാപ്പി പ്ലേസിൽ എന്നെ കൊണ്ട് എത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ ശരിക്കും ആ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞേക്കുന്നത് ലൈഫിൽ മെയിനായിട്ടുള്ളൊരു വഴിത്തിരിവ് തന്നെയാണ്. ശരിക്കും ആ ഒരു ഗ്രൂപ്പിൽ വന്ന് പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും അവിടെ തന്നെ കിടന്നത്. ആ ഒരു ഗ്രൂപ്പ് ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ടൊരു മോട്ടിവേഷൻ തന്നൊരു ഗ്രൂപ്പാട്ടോ. കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അതിലുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞേക്കുന്നത് ഒരു വേറൊരു ലെവൽ വൈബാണ് സത്യം പറഞ്ഞത്. എക്സിബിഷൻസ് ആണെങ്കിലും അതുപോലെ തന്നെ വേറെ ലെവൽ വൈബാണ് ഇതൊക്കെ.
അപ്പോൾ എനിക്കത് ഭയങ്കര അതാണ് എൻ്റെ ഒരു ജേർണി എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇൻസ്റ്റയിലും യൂട്യൂബിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റും എല്ലാം നമ്മൾ അവർ ഒരു ദിവസം പോലും ഓർഡർ കിട്ടിയില്ലെന്ന് പറഞ്ഞാലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മളങ്ങ് പോസ്റ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. വിത്ത് ഫോൺ നമ്പർ ഉൾപ്പെടെ നമ്മളിങ്ങനെ കൊടുത്ത് അങ്ങനെ പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആ ഒരു ജേർണി എന്ന് പറയുന്നത്. ഇപ്പോഴാണ് നമ്മുടെ പ്രൊഫൈൽ ഒരു നമുക്ക് 10K ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഒരു ദിവസം ഒരു സെയിലെങ്കിലും നടക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. നമുക്ക് ഫോളോവേഴ്സ് അല്ല പ്രധാനം, നമുക്ക് ഒരു ദിവസം ഇപ്പം ഇൻഫ്ലുവൻസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫോളോവേഴ്സ് ആയിരിക്കും അവർക്ക് പ്രാധാന്യം. പക്ഷേ നമ്മളെപ്പോലുള്ള ചെറിയ ഓൺടർപ്രനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫോളോവേഴ്സും വേണ്ടെന്നല്ല, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് റീച്ചും അതുപോലെ തന്നെ നമുക്ക് എന്താണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പൈസയൊക്കെ വേണം. ഓരോ ദിവസം ഓരോ സെയിലിങ്ങൾ നടക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പം ഇപ്പം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സെയിലിംഗ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പെർഫെക്റ്റ് ആക്കി ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഒരു ജേർണി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ജേർണി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏകദേശം 2-2.5 വർഷം എടുത്തൊന്ന് സ്റ്റേബിളായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് ആദ്യത്തെ ഒരു വർഷം മൊത്തം അച്ഛൻ്റെ അടുത്ത് പൈസ വാങ്ങിക്കുമായിരുന്നു. രണ്ടാമത്തെ വർഷം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റേബിളായി ഒന്ന് നിലത്തൊന്ന് കാലുറപ്പിച്ചൊന്ന് നിൽക്കാൻ വേണ്ടി തുടങ്ങി. ഒരു 2.5 വർഷമായപ്പോഴത്തേക്ക് ഇപ്പോൾ മൊത്തം എൻ്റെ കയ്യിൽ നിന്നാണ് എൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഞാൻ പഠിക്കുന്നതും എക്സാമിന് ഫീസ് അടയ്ക്കുന്നതും അതുപോലെ തന്നെ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും എല്ലാം എൻ്റെ സ്വന്തം പൈസ വെച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഓർക്കുമ്പോൾ ഭയങ്കര വലിയ പ്രൗഡായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം ആ ഒരു ലോ ലെവലിൽ നമ്മൾ ഇത്രയും ലെവൽ വരെ ഞാൻ എപ്പോഴും അമ്മയോട് ചോദിക്കാറുണ്ട്, ഞാൻ ഇത്രയും വളർന്നത് ഇത്രയും ലോ ലെവലിൽ ഇത്രയും ഹൈ ലെവലിൽ വളർന്നത് ഇത്ര ചെറിയ കാര്യമാണ്, വലിയ കാര്യമല്ലേ എന്നൊക്കെ ഞാൻ എപ്പോഴും അമ്മയോട് ചോദിക്കാറുണ്ട്. അപ്പം അമ്മയ്ക്കും അച്ഛനും ഒക്കെ ആണെങ്കിൽ ആദ്യമൊക്കെ ചേച്ചിക്കൊക്കെ ആദ്യമൊക്കെ അവർക്ക് ജസ്റ്റ് ഡൗട്ടായിരുന്നു, ഇത് വർക്കൗട്ട് ആവുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. അവരും ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ ആ ഒരു സപ്പോർട്ട് നമ്മൾ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയൊക്കെയാണ്. മറ്റെല്ലാവരെയും കാട്ടിലും പിന്നെ ആ ഒരു ഗ്രൂപ്പിലുള്ള ആ ഒരു നല്ല ഒരു കൂട്ടായ്മയിലുള്ള നല്ല കോൺടാക്ട്സ് ഒക്കെയാണ്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടതും ആ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരോട് മാത്രമാണ്, അവർ ചേച്ചിമാരോട് മാത്രമാണ്. അവർ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു ഗ്രൂപ്പാണിത്. പിന്നെ നമ്മൾ വർക്ക് ചെയ്തെങ്കിലും നമുക്ക് സെയിലും കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അത് വേറെ കാര്യം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ഇടണം. നമ്മൾ എങ്ങനെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നതനുസരിച്ചിരിക്കും. നമ്മൾ വെറുതെ ഇരുന്നാൽ നമുക്ക് നമ്മളിപ്പം എന്തെങ്കിലും ഒരു കമ്പനിയിൽ പോകുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്തെങ്കിലും നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ് ചെറിയ ബിസിനസ്സിലൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഇറക്കാറുമുണ്ട്. അതുപോലെ തന്നെ നല്ല പ്രൊഡക്ട്സ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൈസൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൈസാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. പിന്നെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും റേറ്റും ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ അത് കൂടിയും കുറഞ്ഞുമൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ അത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു, ചിലപ്പോൾ ഇത് ഇൻസ്പിറേഷൻ ആകുമെന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് പേര് ഇൻസ്റ്റയിലൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ടങ്ങ് ഇടാമെന്നങ്ങ് വിചാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആദ്യമൊന്നും ഒരു സെയിലോ ഒന്നും നടക്കത്തില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ഞാനിപ്പോൾ എൻ്റെ പ്രൊഫൈൽസ് എല്ലാം ഞാനിപ്പോൾ പബ്ലിക് ആക്കി ഇട്ടേക്കാണ്. ഇപ്പം FB ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും എല്ലാം ഞാൻ കാരണം എൻ്റെ ബിസിനസ് നടക്കണം എന്നുള്ള രീതിയിൽ. കാരണം നമുക്ക് ആ ഒരു പേടിയും ആ ഒരു ഷൈയും കാര്യങ്ങളൊന്നും വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇരിക്കാൻ പറ്റത്തില്ല. എന്തായാലും വരുന്നത് വെച്ച് കാണാമെന്നുള്ള രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് പ്രവർത്തിച്ചെങ്കിൽ അപ്പം ഞാനാണെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്ങരയുടെയൊക്കെ ഈ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് വീഡിയോസ് കാണുമ്പോൾ നമ്മളെല്ലാം ഉപേക്ഷിച്ച് ആ ഒരു ഇതേ ഉള്ളൂ നമ്മുടെ മാർഗം, ജീവിത മാർഗം എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ സംരംഭത്തിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും വിജയിച്ച ഒരു സംരംഭകരായി തീരുന്നു പറയുന്ന പോലെ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ ഉറക്കവും സംഭവങ്ങളും എല്ലാം എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാം ഉപേക്ഷിച്ച് എനിക്കിത് മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ള ആ ഒരു ഇതിൽ മാത്രമേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നിന്നത് കൊണ്ടായിരിക്കാം മേ ബി ഇതിന് വേണ്ടിയിട്ടൊരു പാഷൻ ഒരു പ്രൊഫഷൻ ഒരു ഉപരി പാഷൻ എന്നുള്ള ആ ഒരു രീതിയിൽ നിന്നുകൊണ്ടായിരിക്കാം തോന്നുന്നു എനിക്ക് ഇത്രയെങ്കിലും വളരാനായിട്ട് പറ്റിയത്. അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡേഴ്സും കാര്യങ്ങളും ഇപ്പോഴും കിട്ടുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഞാനത് ബ്രേക്ക് എടുത്താലോ എന്ന് ചിന്തിക്കും, പക്ഷേ വീണ്ടും വിചാരിക്കും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാം. ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട് ഒന്ന് ബ്രേക്ക് എടുത്ത് എല്ലാം നിർത്തി സ്വസ്ഥമായിട്ടിരുന്നാലോ. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നത് എനിക്ക് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. പറഞ്ഞ് തൊണ്ടയും കൊണ്ട് ഇടറാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം ഇതാണ് എൻ്റെ ആ ഒരു ഓൺട്രപ്രനോർ ജേർണി എന്ന് പറയുന്നത്. അത്ര വലിയ ഓൺട്രപ്രനോഴ്സ് ഒന്നും അല്ലെങ്കിൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ടും തന്നെ ഇപ്പോൾ ഈ ഒരു ഓൺട്രപ്രനോർ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. തനിയെ യാത്ര ചെയ്യാനാണെങ്കിലും തനിയെ ഓരോ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും എല്ലാം സ്വന്തമായിട്ട് തനിയെ ചെയ്യാൻ വേണ്ടി എനിക്ക് തനിയെ ഡ്രൈവിങ് പഠിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പം അതൊക്കെ പഠിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം
ഓരോ ദിവസം നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചോണ്ട് വെറുതെ ഇരിക്കുക, വെറുതെ ഇങ്ങനെ ഫോൺ നോക്കി ഫോൺ തോണ്ടിക്കൊണ്ടിരുന്ന മറ്റുള്ളവരുടെ സ്റ്റാറ്റസും കണ്ട് വിഷമിച്ചിരിക്കാതെ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുവോ അതൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബാക്കി പലരും പലത് വേണേ ഒത്തിരി ഒരുപാട് കാര്യങ്ങൾ കുറ്റപ്പെടുത്തലോ ഒറ്റപ്പെടുത്തലോ ഒക്കെ വരും. പക്ഷെ നമ്മൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ വിജയിക്കുന്ന കാണുമ്പോഴത്തേക്കും കൂടെ ഉള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. എൻ്റെ ഒരു ലൈഫ് കൊണ്ട് എനിക്ക് അതാണ് മനസ്സിലായത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ ആണത്. അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. എത്ര പേർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇൻസ്റ്റ തുറക്കുമ്പോഴേ അതിനകത്ത് ഒരുപാട് മെറ്റീരിയൽസിൻ്റെ സ്റ്റോർസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ആ ഒരു ധൈര്യമൊക്കെ നമുക്ക് വരണം. അതൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ വിലക്കുറവൊക്കെ വെച്ചിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എനിക്ക് അത്രേ പറഞ്ഞിടാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ കൂടുതൽ ഐറ്റംസ് ഞാൻ മോത്തി നോക്കിയാണ്, കാരണം എനിക്ക് കൂടുതലും ട്രസ്റ്റ് എനിക്ക് അവിടെ ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവിടങ്ങളിലൊക്കെയാണ് വാങ്ങിക്കുന്നത്. അപ്പം എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ്. എല്ലാവർക്കും നല്ലതിനെ ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ, സീ യു.